ഹായ് ഓൾ, നമ്മൾ വാട്ടർ അബ്സോർപ്ഷനിൽ വരുന്ന അടുത്ത തിയറിയാണ് ഇന്ന് നോക്കുന്നത്. തിയറി ഓഫ് ട്രാൻസ്പിറേഷൻ, പുൾ ആൻഡ് കൊഹിഷൻ ഓഫ് വാട്ടർ. ഈ ഒരു തിയറി നമുക്ക് ഈ ഒരൊറ്റ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാലോ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൂട്ടിൽ റൂട്ട് ഹെയർസ് ഉണ്ട്. ഈ റൂട്ട് ഹെയർസാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഈ വാട്ടർ അബ്സോർബ് ചെയ്ത് വാട്ടർ മൂവ് ചെയ്യുന്നത് കുറച്ച് വലുതാക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കാണിക്കുന്നുണ്ട്. അതായത് ആ റൂട്ട് ഹെയർസിൽ സംഭവിക്കുന്ന കാര്യം ഒരു ആരോ ഇട്ടിട്ട് കുറച്ച് വലുതാക്കിയിട്ട് എവിടെ കാണിക്കുന്നുണ്ട്? ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് റൂട്ട് ഹെയർ കാണാൻ പറ്റും. ഈ റൂട്ട് ഹെയർ എന്ത് ചെയ്യും? വാട്ടർ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ ഈ തിയറി വഴി പഠിക്കുന്നത്. ഓക്കെ, സോ ഏതായാലും റൂട്ട് ഹെയർസ് വാട്ടർ അബ്സോർബ് ചെയ്യും. ഈ വാട്ടർ എവിടെ എത്തും? എപ്പിഡെർമിസിലെത്തും. ആൻഡ് എപ്പിഡെർമിസ് പാസ് ചെയ്തിട്ട് അതെങ്ങോട്ട് മൂവ് ചെയ്യും? ആ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സെൽസ് കണ്ടോ? കോർട്ടെക്സിലോട്ടേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ കോർട്ടെക്സിൽ നിന്ന് ആ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള എൻഡോഡെർമിസിൽ നിന്ന് പെരിസൈക്കിള് ലൈറ്റ് ബ്ലൂ കളറിൽ കാണാം. പെരിസൈക്കിളിൽ നിന്ന് എവിടെ എത്തും? സൈലത്തിലെത്തും. സൈലം നമുക്കറിയാം, ഇറ്റ്സ് എ കണ്ടക്റ്റിംഗ് ടിഷ്യൂ. അതായത് വാട്ടർ കണ്ടക്റ്റിംഗ് ടിഷ്യൂവിനെയാണ് നമ്മൾ സൈലം എന്ന് പറയുന്നത്. അവർ മേലോട്ടേക്ക് അപ്വാർഡ് ഡയറക്ഷനിലായിട്ട് വാട്ടറിനെ കണ്ടക്ട് ചെയ്യും. അവർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ഒന്നെങ്കിൽ ട്രക്കീഡ്സ് അല്ലെങ്കിൽ വെസൽസ്, ഓരോന്നും ഇങ്ങനെ ട്യൂബ്. ഈ വെസൽ മെമ്പറാണെങ്കിൽ എങ്ങനെയാണ്? ഓരോ ട്യൂബ് പോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടായിരിക്കും. അപ്പം ഓരോ മെമ്പറിൻ്റെയും എൻഡിലായിട്ട് പെർഫറേഷൻ പ്ലേറ്റ് കാണാൻ പറ്റും. അതിൽ കൂടെ, അതായത് കുറേ പോസാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ട്രക്കീഡ് മെമ്പറിൽ നിന്ന് അടുത്തതിലോട്ടേക്ക് ഈ പെർഫറേഷനിലൂടെ വാട്ടറിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ സൈലം ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടായിരിക്കും അടുക്കി വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇതിലൂടെ വാട്ടർ മൂവ് ചെയ്യും. വാട്ടർ എങ്ങനെയാണ്? ഒരു കോളം പോലെയാണ്. അതായത് അൺബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു കോളം ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് വാട്ടർ മൂവ് ചെയ്യുക. അത് അങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്താ? നമുക്കറിയാം, വാട്ടറുകൾ തമ്മിൽ H2O സ്ട്രോങ് ആയിട്ടുള്ള കൊഹഷൻ ഉണ്ടാകും. അതായത് കൊഹസീവ് ബോണ്ട് പ്രസൻ്റ് ആയിരിക്കും. അതായത് സെയിം മോളിക്യൂൾ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷനെയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ കൊഹഷൻ പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടറും ഈ സൈലത്തിൻ്റെ വാളിലുള്ള ഹൈഡ്രോഫിലിക് മെറ്റീരിയലുമായിട്ട് അഡ്ഹസീവ് ഫോഴ്സും പ്രസൻ്റ് ആയിരിക്കും. അതായത് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, വാട്ടറും അതുപോലെ തന്നെ ആ ഒരു സെല്ലിൻ്റെ വാളും തമ്മിൽ അഡ്ഹഷനും പ്രസൻ്റ് ആയിരിക്കും. സോ ഈ രണ്ട് കൊഹഷൻ ആൻഡ് അഡ്ഹഷനാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോളം ലൈക്ക് സ്ട്രക്ചറായിട്ട് വാട്ടറിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്ത വാട്ടർ സൈലത്തിലെത്തി. സൈലത്തിൽ നിന്ന് അപ്വാർഡ് ഡിറക്ഷനിൽ ഒരു കോളം പോലെ വാട്ടർ മൂവ് ചെയ്യും. എന്നിട്ട് എവിടെ എത്തും? നമുക്കറിയാം, ലീഫിൻ്റെ മീസോഫിൽ സെല്ലിലെത്തും. ഓക്കെ, സോ ഈ വാട്ടർ എവിടെ എത്തും? ലീഫിൻ്റെ മീസോഫിൽ സെല്ലിലോട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ സ്പോഞ്ചി ആയിട്ടുള്ള സെൽസും അതുപോലെ മേലെ പാലിസൈഡ് പാരങ്കൈമ സെൽസും കാണാൻ പറ്റും. ഇങ്ങനെ ഈ മീസോഫിൽ സെൽസിൽ നിന്ന് എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷൻ നടക്കും. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ഇൻ ദി ഫോം ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ആ ഒരു ഗാർഡ് സെല്ല് കാണാൻ പറ്റും. അതിലൂടെ വാട്ടർ വേപ്പർ ഫോമിൽ പുറത്തോട്ട് പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? മീസോഫിൽ സെൽസിൽ ഒരു വാട്ടർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അവിടെയുള്ള വെള്ളം മൊത്തം പുറത്തോട്ട് പോയി. അപ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം, വാട്ടർ വിൽ ഓൾവേസ് മൂവ് ഫ്രം ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പം മീസോഫിൽ സെൽസിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ്, ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലാണ്. അപ്പം അതിന് തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് സെല്ലിൽ നിന്ന്, അതായത് സൈലം ട്യൂബാണ്, അതിൻ്റെ അഡ്ജസൻറ്റ് മെമ്പറിൽ നിന്ന് വാട്ടർ മീസോഫിൽ സെല്ലിലോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്ക്. സോ ആ ഒരു സെല്ല്, അതായത് ആ ഒരു മീസോഫിൽ സെല്ലിന് തൊട്ടടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈലം സെല്ലിൽ എന്തുണ്ടാവും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. കാരണം അവരുടെ വാട്ടറാണ് മീസോഫിലോട്ടേക്ക് മൂവ് ചെയ്തത്. സോ അവർ ഡീഹൈഡ്രേറ്റഡ് ആവും, അവരുടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ വാട്ട് ഹാപ്പൻസ്?
അടുത്ത സെല്ലിൽ നിന്ന്, അതായത് ആ സൈലം ട്യൂബ് മെമ്പറിൻ്റെ നെക്സ്റ്റ് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ സെല്ല് എന്താവും, ഡീഹൈഡ്രേറ്റഡ് ആവും. സോ അതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു മെമ്പറിൽ നിന്ന് ഇവരിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. ഇങ്ങനെ ഈ വാട്ടർ ഡെഫിസിറ്റ് കണ്ടീഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. അതായത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് ഇങ്ങനെ വാട്ടർ മൂവ് ചെയ്ത് വരികയാണ്. സോ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ്. ഇതെവിടെ വരെ എത്തും, ഇങ്ങനെ മൂവ് ചെയ്ത് റൂട്ട് ഹെയർ വരെ എത്തും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. ഇത് എവിടെ വരെ എത്തുന്നു, റൂട്ട് വരെ എത്തുന്നു. ആൻഡ് ആ റൂട്ടിൽ വരുന്ന ആ ഒരു പ്രഷർ കാരണം അവർ എഗെയിൻ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് എന്താണ്, ദ കണ്ടിന്യൂസ് ട്രാൻസ്പിറേഷൻ ജനറേറ്റ്സ് എ സ്ട്രോങ് പുള്ളിംഗ് ഫോഴ്സ് ഇൻ ലീവ്സ് വിച്ച് പുൾസ് അപ്പ് വാട്ടർ ഫ്രം റൂട്ട്സ് ടു ലീവ്സ് ബൈ സ്റ്റെപ്പ് റിലേ മെക്കാനിസം. ഓക്കെ, അതായത് ട്രാൻസ്പിറേഷൻ എന്ത് ചെയ്യും, വാട്ടർ ലോസ് ഉണ്ടാവും. ഈ വാട്ടർ ലോസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള സെല്ലുകളിലോട്ടേക്ക് കൊടുക്കുന്നതായിരിക്കും, അതായത് കിട്ടുന്നതായിരിക്കും. ആൻഡ് ലീവ്സ് വിച്ച് പുൾ വാട്ടർ ഫ്രം റൂട്ട് ടു ലീവ്സ് ബൈ സ്റ്റെപ്പ് റിലേ മെക്കാനിസം. Then the strong cohesive and adhesive forces of water molecule enable water to move along the xylem tube in the form of unbroken and continuous water column or hydrostatic system. നമ്മൾ പറഞ്ഞു ഈ സൈലത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള കൊഹസീവ് ഫോഴ്സ് ഉണ്ടാവും വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ. ആൻഡ് ഈ വാട്ടർ മോളിക്യൂളും അവയുടെ സെൽ വാളും തമ്മിൽ അഡ്ഹഷനും ഉണ്ടാവും. ഇത് കാരണമാണ് വാട്ടർ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ കോളമായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, so this theory is proposed by Dixon and Joly in 1894 and based on following facts. ഈ തിയറി ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഇതാണ്. ഇത് പ്രപ്പോസ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്, ഫാക്ട്സ് ഇതൊക്കെയാണ്. കൊഹസീവ് ആൻഡ് അഡ്ഹസീവ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഹെൽപ്പ് വാട്ടർ ടു ഫോം ആൻ അൺബ്രോക്കൺ ആൻഡ് കണ്ടിന്യൂസ് കോളം ഓഫ് വാട്ടർ ഇൻ ദ സൈലം വെസൽ എക്സ്റ്റെൻഡിങ് ഫ്രം റൂട്ട് ടിപ്പ് ടു ദി സെൽസ് ഓഫ് ലീഫ് മെസോഫിൽ സെൽസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അതായത് റൂട്ട് ടിപ്പിൽ നിന്ന് ഒരു മെസോഫിൽ സെൽസ് വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോളമായിട്ടാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്. Continuous transpiration generates a pulling force in leaf mesophyll which is exerted on xylem element lifting from roots to leaves. ഓക്കെ, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു പുള്ള് വരും, ഒരു പ്രഷർ ഡെഫിസിറ്റ് വരും. അത് ലീഫ് മീസോഫിൽ നിന്ന് എവിടെ വരെ എങ്ങോട്ട് പോകും, സൈലം എലമെൻറ്റിലോട്ടേക്ക് മൂവ് ചെയ്യും. ആൻഡ് സൈലം എലമെൻറ്റിൽ നിന്ന് റൂട്ടിലോട്ടേക്ക് മൂവ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു വാട്ടർ ഡെഫിസിറ്റ് മൂവ് ചെയ്യുന്നത് എന്ന്. അതായത് വാട്ടർ ഇങ്ങനെ ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളിടത്തു നിന്ന് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളിടത്തോട്ടേക്ക് മൂവ് ചെയ്യും. The most widely accepted theory to explain the ascent of xylem sap. According to this, the driving force for the upward movement of water in the xylem is provided by the tension or negative force that results from the evaporation of water from leaf. Okay. ആക്റ്റീവ്, ഇനി ഇതിൻ്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. ഈ ഒരു തിയറിയുടെ ആക്റ്റീവ് ട്രാൻസ്പിറേഷൻ കോസസ് ഹെവി ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ്. As a result, the cells of the transpiring area become partially dehydrated. Okay, transpiration നടക്കുമ്പം ആ ഒരു മീസോഫിൽ സെൽസ് എന്താവും, ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും. This dehydration lowers their water potential and generates a strong force of osmotic pull in them. It is called a transpiration pull. ഓക്കെ, അവരിങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആവും, വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമ്പം അവരിലൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ, ട്രാൻസ്പിറേഷൻ പുൾ ഡ്രോസ് അപ്പ് വാട്ടർ ടു ദി ഡീഹൈഡ്രേറ്റഡ് സെൽസ് ഫ്രം മോർ ഹൈഡ്രേറ്റഡ് സെൽസ് ബിലോ. അതിൻ്റെ തൊട്ടടുത്തുള്ള സെൽസിൽ നിന്ന് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് സെൽസിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും ഈ ഒരു ട്രാൻസ്പിറേഷൻ പുള്ള് കാരണം.
And this transpiration pull passes down from leaves to roots in rapid release. So നമുക്കറിയാം ഇങ്ങനെ ഡീഹൈഡ്രേറ്റഡ് സെല്ലിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും അഡ്ജസൻറ്റ് സെല്ലിൽ നിന്ന്. ആസ് എ റിസൾട്ട് അഡ്ജസൻറ്റ് സെല്ല് ഡീഹൈഡ്രേറ്റഡ് ആവും. സോ ഇവരിലും ഈ ഒരു ട്രാൻസ്പിറേഷൻ പുള്ള് വരും. സോ അതിൻ്റെ തൊട്ടടുത്ത സെല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. സോ ഇതുപോലെ ഒരു റിലേ മെക്കാനിസം വഴി ഈ ഒരു ട്രാൻസ്പിറേഷണൽ പുള്ള് താഴോട്ടേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. As a result, water is continuously lifted up from roots cortex to leaf mesophyll in the form of continuous water column against gravitational forces. Water column remain continuous, unbroken and attached to the xylem wall due to their tensile strength provided by the cohesive and adhesive properties of water molecule. Okay, so the cohesion എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അട്രാക്ഷൻ ബിറ്റ്വീൻ സിമിലർ ഓർ ഐഡൻറ്റിക്കൽ മോളിക്യൂൾസ്, അതായത് വാട്ടർ ടു വാട്ടർ അട്രാക്ഷൻ ആണ്. ആൻഡ് അഡ്ഹഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസിമിലർ മോളിക്യൂൾസ്, അതായത് വാട്ടറും ആ ഒരു സെൽ വാളും തമ്മിലുള്ള അട്രാക്ഷനാണ്. Cohesion occurs between water molecules and adhesion occurs between water molecules and the wall materials of xylem. ഓക്കെ, ലിഗ്നിന് സെല്ലുലോസ് ഇതുകൊണ്ടൊക്കെയാണ് സൈലം ഉണ്ടാക്കിയത്. സോ ഇത് ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂളും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂ ടു ബോത്ത് ഓഫ് ദീസ് കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ വാട്ടർ വിൽ റിമെയിൻ ആസ് എ കണ്ടിന്യൂസ് അൺബ്രോക്കൺ വാട്ടർ കോളം. Okay, these two forces are strong enough to prevent the breaking of water columns. Since the absorption and ascent of water depends on transpiration, solar radiation, it is the ultimate source of energy of them. One end of xylem vessel is connected with the root hairs through pericycle, endodermis, cortex, and other end is connected with the substomal cavity in the leaves through mesophyll cells. അല്ലേ, ഈ ഒരു ഇത് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ആ നടുവിൽ കാണാം സെൻട്രൽ കോളം ലൈക്ക് സ്ട്രക്ചറാണ് സൈലം. അതിൻ്റെ ഒരു സെല്ല് റൂട്ട് ഹെയേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് ത്രൂ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. ആൻഡ് മേലത്തെ എൻഡ് ഈസ് കണക്റ്റഡ് ടു സബ്സ്റ്റോമൽ ക്യാവിറ്റി, അതായത് സ്റ്റൊമാറ്റയുടെ തൊട്ട് മുന്നേ വരുന്ന ആ ക്യാവിറ്റിയുമായിട്ട് മീസോഫിൽ സെൽസുമായി കണക്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? During transpiration, water vapor is liberated through the stomatal pores. Okay, transpirationൻ്റെ ടൈമിൽ വാട്ടർ ലിബറേറ്റ് ചെയ്യും. The loss of water from mesophyll cells causes a decrease in water potential. Water moves from cell to cell according to the water potential gradient. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. From higher water potential level to lower water potential, water will move. As a result, it causes the development of a suction force, and this suction force pulls the water column in the xylem vessel to move upward. Criticism. ഇതിന് ഈ ഒരു തിയറിക്കെതിരെ ഏറ്റവും വൈഡ്ലി ആക്സെപ്റ്റഡ് തിയറീസ് ആണെങ്കിലും ഇതിനെതിരെയുള്ള കുറച്ച് ക്രിറ്റിസിസമാണ് ഇവിടെ പറയുന്നത്. ദ മേജർ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ദ കോഹഷൻ ടെൻഷൻ തിയറി ആർ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ദ തിയറി അസ്യൂംസ് ദാറ്റ് ദ ട്രക്കീഡ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ദാൻ വെസൽസ്. സോ അക്കോർഡിംഗ് ടു ദീസ് തിയറി ഈ സൈലത്തിൽ ട്രക്കീഡ്സ് ആണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് പറയുന്നത് ഈ വാട്ടർ കണ്ടക്ഷനിൽ. പക്ഷെ നമുക്കറിയാം വെസൽസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ conducting structure. So അതൊരു demerit ആണ്. But later observation has revealed that vessels are more efficient than tracheids in the upward movement of water. Upward movement of water occurs even when the continuity of water column is ബ്രോക്കൺ ബൈ ഓവർലാപ്പിംഗ് കട്ട്സ്. നമ്മൾ പറഞ്ഞു ഇതിന് കാരണം നമ്മളുടെ വാട്ടർ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരു കോളമായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നല്ലേ. സപ്പോസ് നമ്മളൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു കട്ട് കൊടുത്താൽ പോലും ഈ ഒരു വാട്ടർ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ അതും ഇതിൻ്റെ ഒരു മേജർ ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്.